ലൈവിൽ അപ്പൊ സിജോയും നന്ദനയും സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സിജോയുടെ ഒരു കോമഡികളെ സിജോ പറയുവാണ്, സിജോയും സായും നന്ദനയൊക്കെ അറിയില്ലാതെ ഇവിടെ വന്നവരാണല്ലോ, അപ്പൊ അവര് തമ്മിലുള്ള ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് ഒക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും, പുറത്തുള്ളവർക്ക് വലിയൊരു മെസ്സേജ് ആണെന്നൊക്കെയാണ് ഇപ്പൊ സിജോ പറയണത് നന്ദനയോട്. ഡേ ബൈ ഡേ നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും അപ്പൊ ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ റിലേഷൻഷിപ്പ് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും പ്രേക്ഷകർക്ക് എന്നുള്ള രീതിയിലാണ് അപ്പൊ സിജോ പറയണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സായിയും സിജോയും നന്ദനെ പെങ്ങളൂട്ടിന്നും പറയണത്. അതുപോലെ തന്നെ നന്ദനയ്ക്ക് വീട് പണിത് കൊടുക്കണം, നന്ദനയ്ക്ക് പണപ്പെട്ടി എടുക്കണം, അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യണം. ഈ പറച്ചിലും പ്ലാനിങ്ങും എല്ലാം ശരിക്കും കൂടുതൽ പ്രേക്ഷകർക്കും ബോറായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇന്നലെ അതുപോലെ തന്നെ നോമിനേഷനിൽ വന്നവർ സംസാരിക്കുന്ന ടാസ്കിലൊക്കെ നന്ദന വന്ന് ഇന്നിപ്പോ മാത്രം സായിക്കും സിജോയ്ക്കും ഒന്നും ചോദിക്കാനുണ്ടായിരുന്നില്ല, മിണ്ടാതിരിക്കണ കാണുന്നുണ്ടായിരുന്നു. എല്ലാവരും ചോദിക്കുന്ന പറഞ്ഞ സിജോ ആണ് അപ്പൊ മിണ്ടാതിരിക്കണ കണ്ടത്. അതുപോലെ തന്നെ നന്ദന എന്ത് മോശമായിട്ട് സംസാരിച്ചാലോ റെസ്പെക്ട് ഇല്ലാതെ പെരുമാറിയാലോ ഒന്നും ഇവര് പറഞ്ഞു കൊടുക്കണായിട്ട് കണ്ടിട്ടില്ല. എല്ലാത്തിനും ഇവര് നന്ദനെ സപ്പോർട്ട് ചെയ്യും എന്തൊരു കാര്യത്തിനും. മറ്റുള്ളവരുടെ കോംബോനെ ഇവര് കുറ്റം പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ കോംബോയോ എന്തിനാണ് ഇവര് നന്ദനെ തലേ കയറ്റി വെച്ചേക്കണേന്ന് അറിയില്ല. ജാസ്മിൻ പറഞ്ഞ പോലെ തന്നെ അവസാനം നന്ദനക്കിട്ട് പണി കൊടുക്കാനാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് ഇവരുടെ ഈ 3 പേരുടെ കോംബോ ഇഷ്ടമാണോ?